പ്രേക്ഷകർക്കറിയാം, നമ്മൾ കഴിഞ്ഞ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങിയതാണ് നമ്മുടെ ഈ യാത്ര. ആ യാത്ര ഇങ്ങനെ കടന്നു വന്ന് മലപ്പുറം 10ാമത്തെ ജില്ലയായിരുന്നു. 11ാമത്തെ ജില്ലയായ വയനാട് നമ്മൾ കടന്നിരിക്കുന്നു. അപ്പോൾ ആ യാത്ര വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യാത്ര മുന്നോട്ടേക്ക് പോകുന്നത്. ആ സ്വീകരണം നമുക്ക് കിട്ടുന്ന സ്വീകരണം മാത്രമല്ല, 24 കിട്ടുന്ന സ്വീകരണം മാത്രമല്ല, നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയത്തിന് കിട്ടുന്ന ഒരു സ്വീകരണം കൂടിയാണ്. ഇന്നിപ്പോൾ വയനാട്ടിൽ, നാളെ സുൽത്താൻ ബത്തേരി, മീനങ്ങാടി, മുട്ടിൽ, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ യാത്ര പര്യടനം നടത്തും. പോയ ദിവസങ്ങളിൽ കണ്ട പോലെയുള്ള വലിയ സ്വീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിന്റെ ഗൗരവം ഏറ്റെടുത്തുള്ള സ്വീകരണങ്ങൾ നമ്മൾ അവിടങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയൊരു റിപ്പോർട്ട് കാണാം. കുടിയേറ്റ ചരിത്രമുറങ്ങുന്ന വയനാടിന്റെ മണ്ണാണ് പുൽപ്പള്ളി. ചുരം കയറിയ മനുഷ്യർ കാടുവെട്ടി കന്നുപൂട്ടി ഈ മണ്ണിൽ ജീവിതം നാട്ടി. കൃഷി കൊണ്ട് നേട്ടമുണ്ടാക്കിയവരുടെ ചരിത്രം കൂടി ഇവിടെയുണ്ട്. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ച ചരിത്രവും. കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് പുൽപ്പള്ളി. പഴശ്ശിപ്പോരാട്ടത്തിന്റെ സ്മൃതികൾ ഉറങ്ങുന്ന മണ്ണാണിത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര വയനാട് ജില്ലയിലെ പര്യടനം തുടങ്ങുന്നത് വിശ്വപ്രസിദ്ധമായ പുൽപ്പള്ളി സീതാലവകുശ ക്ഷേത്ര മൈതാനിയിൽ നിന്നാണ്. രാവിലെ 11:30 യാത്ര ബാവലിയിലെത്തും. ഉച്ചയ്ക്ക് ശേഷം മാനന്തവാടി ഗാന്ധി പാർക്കിലും രാത്രി 7 മണിക്ക് പഴശ്ശി പാർക്കിലും ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കും. നാളെ വിഷുദിനത്തിൽ സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്ര പരിസരത്ത് നിന്നാണ് മോർണിംഗ് ഷോ തുടങ്ങുക. ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് വേദിയിൽ SKN എത്തും. 11:30 മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന കുടുംബശ്രീ ലഹരി വിരുദ്ധ ക്യാമ്പയിനിലും 12:30 മുട്ടിൽ WMO യത്തീംഖാനയിലും SKN പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കൽപ്പറ്റ വയനാട് ഫസ്റ്റ് എക്സ്പോ വേദിയിലും യാത്ര പര്യടനം നടത്തും. 24 വയനാട്.